അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാണ്. അവരുടെ പ്രത്യേകമായ കാരുണ്യവും സംരക്ഷണവും മേൽനോട്ടും മാർഗദർശനമൊക്കെ സദാ ലഭിക്കുമാറാവട്ടെ. ചെറുതെങ്കിലും മഹത്തായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആരാധനയുമായി ബന്ധപ്പെട്ട ഈ പരിപാടി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വിധം നിർവഹിക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെ അവൻ ഏറ്റവും പ്രിയപ്പെട്ട അമലായി സ്വീകരിച്ച് പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകി അവനെ തുണക്കുകയും ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ മൂന്നാമത്തേതും 4 ആരാധനാ കർമ്മങ്ങളിൽ രണ്ടാമത്തേതുമാണ് സക്കാത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഒരാൾ മുസ്ലിമായി തീരണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ 5 സ്തംഭങ്ങളും അവരുടെ സാധ്യത അനുസരിച്ച് ചിലത് നിർവഹിക്കേണ്ട സാമ്പത്തികവും ശാരീരികവും ആരോഗ്യമുള്ളവരാണ്. സക്കാത്ത് നൽകാൻ അർഹരാണ് സക്കാത്ത് നൽകേണ്ടത്. അങ്ങനെ ബാധ്യസ്ഥരായ ആളുകൾ നൽകുമ്പോൾ മാത്രമേ അവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമസ്കാരം പോലെ തന്നെ പ്രധാനമായ ആരാധനയാണ് സക്കാത്ത്. 27 സ്ഥലങ്ങളിൽ ഖുർആൻ അതിനെ ചേർത്താണ് പറഞ്ഞത്. 30-ലേറെ സ്ഥലങ്ങളിൽ സക്കാത്തിനെ സംബന്ധിച്ച പരാമർശമുണ്ട്. സക്കാത്ത് മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, വൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സക്കാത്ത്. സക്കാത്ത് മുശ്രിക്കുകൾക്കാണ് സകല കഠിനമായ ശിക്ഷകൾ. അവർ സക്കാത്ത് നൽകാത്തവരാണ്. മാത്രമല്ല അവർ പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ സക്കാത്ത് എന്നത് എത്രമേൽ പ്രധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്. നിർഭാഗ്യവശാൽ സമുദായം ഇന്ന് വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നമസ്കാരത്തെ പോലെ തന്നെ പ്രധാനമാണെങ്കിലും നമസ്കാരത്തെ പോലെ സംഘടിതമായി വരുന്നത് മാത്രമല്ല, വ്യക്തികൾ പോലും അത്രയും ശ്രദ്ധയും ജാഗ്രതയും പലപ്പോഴും പുലർത്താറുമില്ല എന്നതാണ്. ഇസ്ലാമിക ഈ സക്കാത്ത് എന്ന ഈ ആരാധനാ കർമ്മത്തെ അതിൻ്റെ കൃത്യത കൂടി നിർവഹിക്കാത്തവർക്കെതിരെയാണ് ഇസ്ലാമിൽ 1-ാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധപ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്കറിയാം. അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് വിശദീകരണത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നമസ്കാരത്തിനും സക്കാത്തിനുടെയും വേർതിരിവ് കൽപ്പിക്കാൻ പാടില്ല, കൽപ്പിക്കുന്നത് ഞാൻ അംഗീകരിക്കുകയില്ല, കാരണം എൻ്റെ പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ്റെ കാലത്ത് കൊടുത്ത സക്കാത്തിൻ്റെ ഒരൊട്ടകത്തിൻ്റെ കയറ് പോലും മൂക്കയർ പോലും അതുപോലും കടിഞ്ഞാൻ പോലും ഞാൻ നിരാകരിച്ചാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയും മാത്രം കഠിനതരമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ സക്കാത്ത് നൽകാത്തതിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഖുർആനിൽ നരകശിക്ഷയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് വല്ലദീന യക്നൂസൂന ദഹബ ഫിൽ വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹി വബശ്ശിറുഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വദുഹൂറും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്ദിബൂൻ എന്ന് ഖുർആൻ പറഞ്ഞ സക്കാത്ത് നിഷേധികളെക്കുറിച്ചാണ് എന്നാണ് ഏതാണ്ട് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത്. ആ സ്വർണവും വെള്ളിയും കുന്നികൂട്ടി വെച്ച് അവ ചെലവഴിക്കാത്തവർക്ക് ആ നാണയത്തുട്ടുകൾ തന്നെ ചുട്ടുപഴിപ്പിക്കപ്പെട്ട് അവരുടെ ആ കുന്നുകൂട്ടി വെക്കുന്ന അഥവാ നൽകാതെ ശേഖരിച്ച് വെക്കുന്നവരുടെ പാർശ്വഭാഗവും നെറ്റിത്തടവും പുറഭാഗവും ചൂടുവെക്കപ്പെടും. അവർക്ക് കഠിനമായ ശിക്ഷയുടെ താക്കീത് അറിയിക്കണം, ശുപാർശ അറിയിക്കണം എന്നാണ് അതേക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്. അത്ര കഠിനതരമാണ് സക്കാത്തിൻ്റെ നൽകാതിരിക്കുക എന്ന് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. നൽകുന്നവരെക്കുറിച്ച് പറഞ്ഞ് എല്ലാ ധനവ്യയത്തെക്കുറിച്ചും അസാധാരണമായ വിധം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അസുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അതൊരു ധാന്യമണി പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുണ്ടാകുന്നു, ഓരോ കതിരിലും 100 മണി. എന്നിട്ട് പറഞ്ഞ അള്ളാഹു യുദാഹിൽ മൻഷാ, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 700 ഇരട്ടിയേക്കാളേറെ പ്രതിഫലമുള്ള ഒന്നാണ് എന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയേറെ പ്രധാനപ്പെട്ട ഈ ആരാധനാക്രമം പല ആളുകളും വേണ്ട വിധം ശ്രദ്ധിക്കാറില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് അങ്ങനെ ആളുകൾ പറയാൻ വിവാഹാന്വേഷണ വഴിയൊക്കെ സാധാരണഗതിയിൽ ആളെപ്പറ്റി പറയും, അവന് അവരെക്കുറിച്ച് ഗുണമാണ് വരുന്നെങ്കിൽ വരാൻ നിസ്കാരം നോമ്പൊക്കെ ഉണ്ട് വരും, ഇല്ലെങ്കിൽ പറയുന്നത് നിസ്കാരം നോമ്പൂലാണ്. സക്കാത്ത് എന്ന് ഒരിക്കലും പരാമർശിക്കപ്പെടുകയും ചെയ്യാറില്ല. പള്ളി വരുന്ന ആളുകളോട് പോലും മതപ്രഭാഷകർ ധാരാളമായി പറയും നമസ്കാരത്തെക്കുറിച്ച്.
പള്ളി വരുന്നതിനെ നമസ്കരിക്കാനാണ്. അവർ ധാരാളമായി നമസ്കാരത്തെക്കുറിച്ച് പറയും. അതേസമയത്ത് സക്കാത്തിനെക്കുറിച്ച് അവരോടും പറയുകയില്ല. 1000 തവണയൊക്കെ നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു 10 തവണ പോലും സക്കാത്തിനെക്കുറിച്ച് പറഞ്ഞു കേട്ടാവില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവർ കുറവാണെന്ന് മാത്രമല്ല, കൊടുക്കുന്നവർ കൃത്യമായി കൊടുക്കാറില്ല. ആരെങ്കിലും 100 3 റക്അത്ത് സ്കരിക്കുന്നുണ്ടോ? 2 റക്അത്ത് സ്കരിക്കുന്നുണ്ടോ? എന്നാൽ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അതതിൻ്റെ കൃത്യത നോക്കി കണക്ക് പരിശോധിച്ച് കൊടുക്കുന്നവർ എത്ര പേരുണ്ട്, എത്ര ശതമാനം ഉണ്ടാവും? നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വലിയ കാര്യമാണ്. കാരണം അത്രയേറെ അതിനേറെ അവഗണന ഉണ്ട് എന്നതാണ്. ഇനി കൃത്യമായി കൊടുക്കുന്നവരോ, അത് റമദാനിൽ 1000 2000 5000 ചിലപ്പോൾ 10000 രൂപ അവിടെ വീട്ടിലൊക്കെ ചോദിച്ചു വരുന്നവർക്കോ പരിസര പ്രദേശത്തുള്ളവർക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തൊഴിലെടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ 1000 2000 3000 5000 പേരിലൊക്കെ വെച്ച് കൊടുക്കും. അതിനർത്ഥം പെരുന്നാൾ എഴുന്നേൽക്ക് തീരും എന്ന് മാത്രമല്ല, ഈ സക്കാത്ത് വാങ്ങുന്നവർ മിക്കവാറും നടത്തുന്ന പ്രാർത്ഥന എന്തായിരിക്കും? ഇന്നത്തെ കൊല്ലം നിങ്ങൾക്ക് തരാനും നമുക്ക് വാങ്ങാനും ഉദവി ഉണ്ടാകട്ടെ, തോപ്പിക്കുണ്ടാകട്ടെ. കൊടുക്കുന്നവരെന്നും കൊടുക്കുന്നവരും വാങ്ങുന്നവരെന്നും വാങ്ങുന്നവരും നിനക്കെന്നാണ് വാങ്ങുന്നവർ പോലും ആഗ്രഹിക്കുന്നത്. അങ്ങനെയായി മാറിയിരിക്കുന്നു. ഇതിനെല്ലാ ചൈതന്യവും അതിനർത്ഥം നഷ്ടപ്പെട്ട് അങ്ങനെയായി മാറിയിരിക്കുന്നു എന്നതാണ് നിർഭാഗ്യവശാൽ ഇതിൻ്റെ വസ്തുത. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നവർ കുറവ്, കൊടുക്കുന്നവർ കൃത്യമായി കൊടുക്കുന്നവർ കുറവ്, ആ കൊടുക്കുന്നവരും വ്യവസ്ഥാപിതമല്ല എന്നാണ് വസ്തു. എന്നാൽ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ചില മൗലിക പ്രധാനമായ ലക്ഷ്യങ്ങൾ, ഒന്ന് സംസ്കരണം തന്നെയാണ്. ഹുദുവിൻ അംവാലി സ്വതക്കത്തൻ തുത്തഹിറും തുതക്കീം ബിഹ, സംസ്കരിക്കപ്പെടണം. സംസ്കരണം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സംസ്കാരം സാധ്യമാകണം. സംസ്കരണം സാധ്യമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കണം. ഒന്ന്, സ്വത്ത് എൻ്റേതല്ല എന്ന ബോധമാണ്. അത് ഇസ്ലാമിലെ അടിസ്ഥാന ആദർശമായ തൗഹീദിൻ്റെ ഭാഗമാണ്. സ്വത്ത് എൻ്റേതല്ല എന്ന ബോധം അത് നമുക്ക് കുറച്ചുകൂടിയാണെങ്കിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാനും. നമ്മൾ ദിനേന ചുരുങ്ങിയത് 17 തവണ ഇയ്യാക്ക നാബുദു എന്ന് പറയും. വിശുദ്ധം തിരിച്ച് നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ എന്ന്. അത് ഖുർആനിൽ ആകെ 3 സ്ഥലത്തേ ചോദ്യമുള്ളൂ. അത് ഒന്ന് ആരാധനയാണെങ്കിൽ, 2 ആഹാരമാണ്. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്ത് അവർ സൃഷ്ടിച്ച് അള്ളാഹുവിനെ സുജൂദ് ചെയ്യാവും, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. എല്ലാവർക്കും അറിയാം ആരാധനയുമായി ബന്ധപ്പെട്ട. മറ്റ് 2 ആഹാരവുമായി ബന്ധപ്പെട്ട യായുല്ലദീനാമനു കുലൂമിൻ തൊയ്യിബാത്തിമാ റസഖനാക്കും വഷ്കുലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ച ഏകദൈവ വിശ്വാസികളാണെങ്കിൽ, ഏകദൈവ ആരാധകരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്കായി ഉത്തമമായത് മാത്രം ഭക്ഷിക്കണം. ഒരാൾ തൗഹീദ് അംഗീകരിച്ച് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഉത്തമമായത് മാത്രം ഭക്ഷിക്കണം. ഹലാലും തൊയ്യും മാത്രം ഭക്ഷിക്കണം. ഫൽകുലു മിമ്മ റസഖക്കുമുല്ലാഹു ഹലാലൻ തൊയ്യിബൻ വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഹലാലും തൊയ്യുമായത് മാത്രമേ ഭക്ഷിക്കാവൂ. അപ്പോൾ മാത്രം ഭക്ഷിക്കുന്നവരാകുമ്പോഴേ തൗഹീദ് അംഗീകരിച്ചവരാകുകയുള്ളൂ എന്നർത്ഥം. മുഴുവൻ പ്രവാചകന്മാരെ സംബോധന ചെയ്തുകൊണ്ട് യാ റസൂൽ എന്ന് കൂടെ ഒറ്റ സ്ഥലത്തുള്ളൂ. ആ പറഞ്ഞ ആഹാരത്തെക്കുറിച്ചാണ്. റസൂൽ കുലൂമിനെ തൊയ്യിബാത്ത് വഅമലു സ്വാലിഹൻ ബിമാ തഅമലൂൻ. നിങ്ങൾക്ക് അള്ളാഹു നൽകി ഉത്തമമായത് ഭക്ഷിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു അറിയുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ ജീവിതം തൗഹീദ് അധിഷ്ഠിതമാകണമെങ്കിൽ നമ്മുടെ സമ്പത്ത് ഹലാലും തൊയ്യുമാകണം. ഹലാലും തൊയ്യുമാകണമെങ്കിൽ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്, അവൻ്റെ വിധികൾക്കനുസരിച്ചാണ് സമ്പാദിക്കേണ്ടത്, കൈവശം വെക്കേണ്ടത്, ചെലവഴിക്കേണ്ടത് ബോധമുണ്ടാകും. അതോടൊപ്പം തന്നെ അള്ളാഹു നിശ്ചയിച്ചാൽ നിശ്ചിത വിധം അർഹരായ ആളുകൾക്ക് കൊടുക്കണം. പലരും പറയും എൻ്റെ സക്കാത്ത് എന്ന് പറയും. ആ പ്രയോഗം പോലും ശരിയല്ല. സക്കാത്ത് നമ്മളതല്ല. സക്കാത്തിന് അവകാശം ഖുർആൻ പറഞ്ഞ 8 അവകാശിയാണ്. എൻ്റെ സക്കാത്ത് ഞാൻ എൻ്റെ ആൾക്ക് അയൽവാസിക്ക് കൊടുത്തുന്നു, മറ്റവർക്ക് കൊടുത്തുന്നു എന്ന് പറയും. എൻ്റെ സക്കാത്ത് എന്നല്ല. സക്കാത്തിന് അവകാശികൾ യഥാർത്ഥത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞ 8 അവകാശികളുണ്ട്. അവരാണ് സക്കാത്തിന് അവകാശികൾ. നമ്മുടെ അല്ലല്ലോ സക്കാത്ത്, കൈവശം വെക്കുന്നവർ അല്ലല്ലോ സക്കാത്ത്. അപ്പോൾ ആ സക്കാത്ത് എന്ന യഥാർത്ഥത്തിൽ തന്നെ കൊടുക്കുമ്പോൾ അപ്പോൾ എൻ്റേതല്ല എന്ന ബോധമുണ്ടാവണം. അള്ളാഹുവിലാണ് അവൻ നിശ്ചയിച്ചനുസരിച്ച് കൊടുക്കാനെന്ന് ബോധമുണ്ടാവും. അതിൽ പ്രതിഫലം പ്രതിശോട്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിശ്ചിതമായ വിഹിതം കൊടുക്കുകയും വേണം. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ബാധ്യത നിർവഹിച്ചവരായി മാറുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒന്ന് വേണ്ടത് വ്യക്തിയുടെ സംസ്കാരം. രണ്ടാമത്തെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ്. അപ്പോൾ തുസക്കിയും ബിഹ ത്വഹീറും, അതുകൊണ്ട് മനുഷ്യനെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം, സമ്പത്തും ശുദ്ധിയാവണം. സമ്പത്തിൻ്റെ മാലിന്യമാണ് സക്കാത്ത് എന്ന അതിൽ ചേരുമ്പോൾ അത് നിഷിദ്ധമായി മാറും. ആ നിഷിദ്ധത്തെ അതിൽ നിന്ന് മാറ്റുമ്പോഴേ അത് സമ്പത്ത് ശുദ്ധമാകും. സമ്പത്തിൻ്റെ ശുദ്ധീകരണം, വ്യക്തിയുടെ സംസ്കരണം. പിന്നെയോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ അത്ര നിസ്സാരമായി കാര്യമല്ല. ചിലപ്പോൾ തോന്നുന്നു അതിനൊരു ഭൗതിക സ്വഭാവമുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അങ്ങനെയല്ല. വിശുദ്ധവാനം പരിചയപ്പെടുത്തിയ 25 പ്രവാചകന്മാർ, ഒരു പ്രവാചകൻ ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം ദാരിദ്ര്യമില്ലാത്ത സമൂഹത്തിന് നിർമ്മിക്കാം. വിശുദ്ധ അഹ്സന ഖസസ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ട്
കാലാനുസൃതമായി കഥ പറഞ്ഞ ഒറ്റ പ്രവാചകൻ്റെ കഥയല്ല, അത് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ. യൂസുഫ് അലൈഹി ഇസ്ലാം ഭൂമി നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം എന്തായിരുന്നു നമുക്കറിയാം. അദ്ദേഹം സ്വപ്നവ്യാഖ്യാനം നൽകിയത് പോലും ഈജിപ്തിലെ ദാരിദ്ര്യമില്ലാത്ത സമൂഹത്തെക്കുറിച്ചുള്ള ലഭിച്ച ഒരു ആസൂത്രണത്തെക്കുറിച്ച് സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകി. എന്നിട്ട് ചെയ്തു എന്ന് പുറത്തിറങ്ങി പറഞ്ഞ് ഒജിയന്യല ഹസാൻ നിന്നി അഫീൽ അലീമെന്നാണ്. ആ രാജ്യത്തിലെ ഖജനാവുകളുടെ ചുമതല ഏൽപ്പിക്കാനാണ്. അത് ഏൽപ്പിച്ചിരുന്നു. ഈജിപ്തിൻ്റെ ദാരിദ്ര്യം മാത്രമല്ല, കാനാൻ ദേശത്തിന്, പരിസര പ്രദേശമായ കാനാൻ ദേശത്തിന് ഫലസ്തീന് ദാരിദ്ര്യം ഇല്ലാതാക്കി എന്നതാണ് പ്രത്യേകത. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയും ഭദ്രതയും ഉണ്ടാവും. അതുവഴി സാമൂഹ്യ നീതി സ്ഥാപിതമാകണം. സകാത്തിന് അതിമഹത്തായ ലക്ഷ്യം എല്ലാം സാധ്യമാകണമെങ്കിൽ സംഘടിതമായി, വ്യവസ്ഥാപിതമായി, ആസൂത്രമായി, ക്രമാനുഗതിയുമായി നൽകേണ്ടതുണ്ട്, ക്രമാനുസൃതമായി നൽകേണ്ടതുണ്ട്. അതാണ് ബൈത്തുൽ സകാത്ത് കഴിഞ്ഞ നൂറ്റാണ്ടോളമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 ഒക്ടോബറിലാണ് സ്ഥാപിതമായത്. കഴിഞ്ഞ 24 വർഷമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോലിയാണ്. പ്രധാനമായി സകാത്തിൻ്റെ എല്ലാ അവകാശികളെയും പരിഗണിക്കാറുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരള സാഹചര്യത്തിൽ സകാത്തിന് എല്ലാ അവകാശികളും പരിഗണിച്ചുകൊണ്ട് 7 മേഖലകളിലാണ് പ്രധാനമായി ഊന്നൽ നൽകാറുള്ളത്. അതുകൊണ്ട് വീട് നിർമ്മാണമാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലഭിക്കുന്ന വീടുകൾക്കുള്ള അപേക്ഷ സൂക്ഷ്മമായി പരിശോധിച്ച് ഏറ്റവും അർഹരായ ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. ഏതാണ്ട് 5400 വീടുകളാണ് ഇദ്ദേഹം കൊടുത്തത്. ഭാഗികമായോ പൂർണ്ണമായോ കഴിഞ്ഞ കാലങ്ങളിൽ ബൈത്തുൽ സകാത്ത് വഴി നിർമ്മിച്ചു കൊടുത്ത വീട് 5400 വീടുകളാണ്. ഒരു വീട് സ്വാഭാവികം ശരാശരി 5 ആളുകൾ കുടുംബത്തിൽ കൂട്ടിയാൽ നമുക്കറിയാം 30,000 ആളുകൾക്ക് തലചായ്ക്കാനിടം, അവർക്ക് പാർക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ കുടുംബത്തിനൊക്കെ ആവശ്യമായ വിധം 7 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ ചെലവ് വരുന്ന വീടുകൾക്കാണ് സഹായം നൽകാറുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലായി നൽകിയത് 5400 വീടുകളാണ്. ഈ വർഷം 320 വീടുകൾക്കാണ് ഭാഗികമായോ പൂർണ്ണമായോ സഹായം നൽകിയത്. ഇക്കഴിഞ്ഞ വർഷം 307 വീടുകൾക്കാണ്. തീരെ സ്ഥലമില്ലാത്തതാണെങ്കിൽ പീപ്പിൾസ് ഫൗണ്ടേഷന് വഖഫായോ സംഭാവനയോ ലഭിച്ച സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ പക്ഷേ കണ്ടിരിക്കും, ഇപ്പോൾ പ്രദർശിപ്പിച്ച ആ വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും വീടില്ല. ഇന്നത്തെ ഞങ്ങൾക്കറിയാം കേരളീയ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും വീടില്ല എന്ന് തന്നെയാണ്. 4 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇവിടെ പാർപ്പിടമില്ല. 1 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇവിടെ യഥാർത്ഥത്തിൽ തന്നെ 1 ഇഞ്ച് ഭൂമി പോലും ഇല്ല. ഭൂമിയില്ലാത്തവർക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ ലഭിച്ച ഒക്കെ സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ വർഷം തോറും 300-300 വീടുകളൊക്കെ ഓരോ വർഷവും നിർമ്മിച്ചു കൊടുക്കാൻ സഹായിക്കുകയാണ് ചെയ്യും. രണ്ടാമത്തെ സ്വയം തൊഴിലാണ്. അതിങ്ങനെ തന്നെ ഇതിന് അപേക്ഷ ലഭിക്കുന്നു. അപേക്ഷ നൽകുന്ന ആളുകൾ ആ തൊഴിൽ ചെയ്യാൻ യോഗ്യരാണെങ്കിൽ അവരതുവഴി കുടുംബത്തെ പോറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് നൽകുകയാണ് ചെയ്യണം. ഈ വർഷം ലഭിച്ച എല്ലാ അപേക്ഷകളും, അർഹമായ എല്ലാ അപേക്ഷകളും പരിഗണിക്കുകയും അവർക്കെല്ലാം സ്വയം തൊഴിലിന് ആവശ്യമായ സഹായം നൽകുകയും ചെയ്തു. 40ഓളം ഓട്ടോറിക്ഷകൾ നൽകി. പിന്നെ ഈ മത്സ്യം പിടിക്കുന്ന 15 അംഗ സംഘത്തിന് ബോട്ടും വഴിയും നൽകുന്നു. വ്യക്തികൾക്കാണെങ്കിൽ അതിനനുസൃതമായി നൽകുന്നു. സ്ത്രീകൾക്ക് തയ്യൽ മെഷീനും പശുവിനൊക്കെ വളർത്താൻ നൽകുന്നു. ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് അതിനാവശ്യമായ മുതൽ മുടക്ക് നൽകുന്നു. പെട്ടിക്കട വെക്കാൻ നൽകുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തൊഴിൽ പദ്ധതികളാണ് സ്വയം തൊഴിൽ ആവശ്യമായ സഹായമാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചികിത്സാ പദ്ധതിയാണ്. ചികിത്സാ പദ്ധതി എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ ദിവസവും അപേക്ഷ കിട്ടും. എല്ലാ ദിവസവും ധാരാളമായി അപേക്ഷ വന്നുകൊണ്ടിരിക്കും. ആ അപേക്ഷ വരുമ്പോൾ അതാണെങ്കിൽ എല്ലാവരും അർഹരായിരിക്കും. നിർഭാഗ്യവശാൽ എല്ലാവരും പരിഗണിക്കാൻ നമുക്ക് കഴിയാണ്ട്. ഇപ്പോൾ ഇതുവരെ ഈ വർഷമൊക്കെ വന്ന എല്ലാ അപേക്ഷകളും പരിഗണിച്ചിട്ടുണ്ട്. അർഹരായ എല്ലാവർക്കും സഹായം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ആവശ്യപ്പെട്ടതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ കൊടുക്കാൻ കഴിയാറുള്ളൂ. കാരണം മഹാഭൂരിപക്ഷം കിഡ്നി പേഷ്യൻസാണ്. ഇപ്പോൾ അവിടെ ബൈത്തുൽ സകാത്തിനെ സംബന്ധിച്ചാലും അതവിടെ ലഭിക്കുന്ന അപേക്ഷകൾ ഏതാണ്ട് 70%-അധികം കിഡ്നി പേഷ്യൻസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ രോഗികളാണ്, ഹൃദ്രോഗമുണ്ട്, സ്റ്റോക്കുണ്ട്. ഇങ്ങനെ നിരന്തരമായ ചികിത്സ ആവശ്യമുള്ള വളരെയേറെ സാമ്പത്തിക ബാധ്യതയില്ല. സൗജന്യമായി ഡയാലിസിസ് ചെയ്താൽ പോലും 8,000 രൂപ 10,000 രൂപ ഒരു മാസം ചിലവ് വരും. കാരണം യാത്ര ചിലവും ഉപകരണമൊക്കെയാണ് വാങ്ങിയിട്ട്. അതുപോലെ 20,000-25,000 രൂപ വരെ ഓരോ രോഗിക്കും ചിലവ് വരുന്ന ഭാരിച്ച ബാധ്യതയാണ് ചികിത്സ എന്ന്. അതുകൊണ്ട് തന്നെ ചികിത്സയുടെ കാര്യത്തിൽ ചെയ്യാറുള്ളത് എല്ലാ അപേക്ഷയും നമ്മൾ പരിഗണിക്കേണ്ടത്, പക്ഷേ ചെറിയ സഹായമേ നൽകാൻ കഴിയാറുള്ളൂ എന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ 3 ആശുപത്രികളുമായി നമുക്ക് ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് ഇവിടെ നേരത്തെ ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. അന്ന് വീഡിയോയിൽ 2 കാര്യം പറഞ്ഞിരുന്നു. അതിലൊന്ന് കോഴിക്കോട്ടെ ഇസ്രോ ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ അർഷി ഹോസ്പിറ്റലാണ്. പിന്നെ കൊല്ലത്തെ മെഡിസിറ്റി, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് എന്ന മെഡിസിറ്റി, ഈ 3 ആശുപത്രികളുമായാണ് നമുക്ക് ടൈപ്പ് ഉള്ളത്. അവിടെ നമ്മൾ നൽകുന്ന സഹായത്തിന് 1/3 അവർ കൂടി ചേർത്തുകൊണ്ട് രോഗികൾക്ക് 1 ലക്ഷം രൂപ നമ്മൾ സഹായം നൽകിയാൽ 1 ലക്ഷം അവർ രോഗികൾക്ക് സഹായമായി നൽകും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ അർത്ഥത്തിൽ ചികിത്സാ സഹായമാണ് നൽകുന്നത്. 4-മത്തെ വിദ്യാഭ്യാസ സഹായമാണ്.
വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നിങ്ങൾക്കറിയാം, സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് ഏറ്റവും അനിവാര്യമായത് അതാണല്ലോ. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തങ്ങളായ, പ്രത്യേകിച്ചും സിവിൽ സർവീസ്, നിയമ പഠനം, ചരിത്ര ഗവേഷണം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, പിന്നെ വളരെ പാവപ്പെട്ട, വളരെ ദരിദ്രരായ സമർത്ഥരായ കുട്ടികൾക്ക് BSc, നേഴ്സിംഗ്, ബിഫാമിനെല്ലാം സഹായം നൽകാറുണ്ട്. കാരണം അത്തരം സഹായം നൽകിയാൽ പഠിച്ചാൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും കുറച്ച് ആളുകൾ അവർ യൂറോപ്പിലോ അമേരിക്കയിലോ പോകുമ്പോൾ അവരെ കുറേ ആളുകൾക്ക് കൊണ്ടുപോയി അവരെ ആർത്ഥത്തിൽ വലിയ സഹായം അവർക്കായി മാറുകയും ചെയ്യും. ഇങ്ങനെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിലൂടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് സക്കാത്ത് കൊണ്ട് നാലാമത് നൽകാറുള്ളത്. ഈ 4 മേഖലകളാണ് പ്രധാനമായി ഊന്നൽ നൽകാറുള്ളതെങ്കിലും കടം കൊണ്ട് വീടൊക്കെ ജപ്തി ചെയ്യുന്നവർക്ക് കടാശ്വാസമായി നൽകാറുണ്ട്. അതുപോലെ ഒരു വഴിയുമില്ല, ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്തവർക്ക് മാസം തോറും പെൻഷൻ നൽകാറുണ്ട്. കുടിവെള്ള പദ്ധതിൻ്റെ വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട് ചിലപ്പോൾ കുടിവെള്ള പദ്ധതി. അതോടൊപ്പം മൊത്തം 20 കുടുംബങ്ങൾക്കുള്ള വലിയ കൂട്ടായുള്ള ആളുകൾക്കുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ 7 പ്രധാനമായ വശങ്ങൾ ഊന്നിയാണ് സക്കാത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പിൽ ഒരു ആവശ്യവും സ്വാഭാവികമായും ലഭിക്കുന്ന സക്കാത്തും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തിപ്പെടുത്തുക എന്നൊരു അനിവാര്യമായ ആവശ്യമാണെന്ന് പറയേണ്ടതില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് സക്കാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കേണ്ട പ്രത്യേകമായ കാര്യം എന്താ വെച്ചാൽ, നമസ്കാര സമയത്തറിയാം, ഇന്നിപ്പോൾ 4 മണിക്ക് അസറായി, 4 മരിച്ചു, അസംസ്കരിക്കാൻ മരിച്ചു വിചാരിക്കാം. സ്വാഭാവികമായി അസംസ്കരിച്ച് മരിച്ച പകരം ഒരാളേക്ക് നമസ്കരിക്കേണ്ടതില്ല. പക്ഷെ ഒരാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ശേഷം സക്കാത്ത് കൊടുക്കുന്നതിന് മരിച്ചാൽ അത് അദ്ദേഹത്തിന് കടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സക്കാത്ത് ആ കടം മറ്റൊരാൾ ഏറ്റെടുത്ത ശേഷമേ അദ്ദേഹത്തിന് മയ്യത്ത് സ്കരിക്കാവൂ. അത്രയേറെ പ്രധാനമാണ് ഇതെന്ന് നമുക്കറിയാം. നിർഭാഗ്യവശാൽ ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ടും അതേക്കുറിച്ച് തങ്ങൾ വേണ്ടത്ര ബോധവൽക്കരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടുമാണ് തീർച്ചയായും സക്കാത്ത് കേരള ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം സക്കാത്ത് 2.5% തൊട്ട് 20% വരെ സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മനുഷ്യൻ ശാരീരിക അധ്വാനത്തിൻ്റെ ഫലമാണ് വരുമാനമെങ്കിൽ, ശാരീരിക അധ്വാനം കൊണ്ടാണ് വരുമാനത്തെ അടിസ്ഥാനമെങ്കിൽ 2% നൽകണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ മൂലധനമാണ് വരുമാനത്തെ അടിസ്ഥാനമെങ്കിൽ 10% നൽകണം. മൂലധനവും മനുഷ്യാധ്വാനമാണെങ്കിൽ 5% നൽകണം. അതാണ് പറമ്പ് നിൽക്കേണ്ടതാണ് കൃഷി, വെള്ളം ചേർക്കാതെ ആണെങ്കിൽ 10%, ചേർത്തുകൊണ്ടാണെങ്കിൽ 5%, അല്ലെങ്കിൽ ചെലവ് മേടിച്ച് 10%. വാടക കെട്ടിടങ്ങൾ പോലുള്ള അത് ഒരിക്കൽ മാത്രം മുതൽ മുടക്കുണ്ട്. ആ മുതൽ മുടക്കിന് സക്കാത്ത് നൽകാത്തത് കൊണ്ടും അത് മൂലധനം ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് 10%. സ്വാഭാവികമായും ഇത് രണ്ടുമില്ല, മനുഷ്യാധ്വാനമില്ല, മൂലധനമില്ല. പ്രകൃതി ദീപമാണെങ്കിൽ 20%, കരിങ്കല്ല്, വെട്ടുകല്ല്, കരിമണൽ പോലുള്ളതൊക്കെ 20%. അപ്പോൾ ഇങ്ങനെ സക്കാത്ത് അതിൻ്റെ എല്ലാം യഥാർത്ഥം നൽകുകയും ശേഖരിച്ച് വിതരണം നടത്തുകയും ചെയ്താൽ 4-5 കൊല്ലം കൊണ്ട് കേരള മുസ്ലിങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമായി സാധ്യമാകുന്ന കാര്യത്തിൽ ആവശ്യമില്ല. കോടിക്കണക്കിന് രൂപ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, കച്ചവടക്കാരുടേതുണ്ട്, വ്യവസായശാലകളുടേതുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വാടക കെട്ടിടങ്ങളായി വരാണ്ട് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങളിലെ മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്ന വാർഷിക വരുമാനത്തിൻ്റെ സക്കാത്ത് യഥാവിധി ശേഖരിച്ച് ആസൂത്രമായി നൽകുകയാണെങ്കിൽ തീർച്ചയായും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകുമെന്ന് മാത്രമല്ല, കേരള മുസ്ലിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക വളർച്ചയും അതിലൂടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതി നിഷ്പ്രയാസം സാധ്യമാകുമെന്ന് സംശയമില്ല. മാത്രമല്ല, കേരള മുസ്ലിങ്ങളുടെ മാത്രമല്ല ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്കും പോലും വലിയ ഒരു ആശ്വാസമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒറ്റ കാര്യമായി സൂചിപ്പിക്കുന്നുള്ളൂ, സക്കാത്തിനെ കുറിച്ചുള്ള സമൂഹത്തിൽ നല്ലപോലെ നമ്മൾ ബോധവൽക്കരിക്കുക. എൻ്റെ ഈ വാക്കുകൾക്ക് നിങ്ങൾ ഓരോരുത്തരും സക്കാത്തിൻ്റെ പ്രചാരകരാകണം, പ്രബോധകരാകണമെന്നാണ് എനിക്ക് വളരെ വിനീപൂർവ്വം ആവശ്യപ്പെടാറുള്ളത്. അങ്ങനെ നിങ്ങളുടെ പ്രേരണ വഴിയായി നിങ്ങൾ പറയുന്നത് മനസ്സാക്കിക്കൊണ്ട് ഒരാൾ സക്കാത്ത് കൊടുത്താൽ കൊടുക്കുന്ന ആളുടെ ഒരംശം നമുക്കും ലഭിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക. അത് നിങ്ങൾ ഓരോരുത്തരും സക്കാത്തിനെ കുറിച്ച് സമുദായത്തെ വേണ്ടവിധം ബോധവൽക്കരിക്കുകയും നിങ്ങൾ അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി മാറുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ സക്കാത്ത് ക്യാമ്പ് ഈ കേൾക്കുന്ന ആളുകളല്ല, ഓരോ ആളുകളും നനച്ചു 10 ആളുകൾക്കെങ്കിലും ഈ സന്ദേശം നൽകിയാൽ നമുക്ക് അത് വലിയൊരു നിങ്ങളെ സംബന്ധിച്ചോ നമ്മളെ സംബന്ധിച്ചോ ആ സന്ദേശം നൽകുന്ന നമുക്ക് ഭാഗ്യവാന്മാരായിരിക്കും, നമ്മളെ പുണ്യത്തിൽ പങ്കാളികളായിരിക്കും. അതോടൊപ്പം തന്നെ സമുദായത്തിൻ്റെ യഥാർത്ഥത്തിൻ്റെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയുടെ സംസ്കാരത്തിൽ പോലും സംഘടിതമായി നൽകുമ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നൽകുന്ന ആളോട് നന്ദിബോധം ഉണ്ടാവും. ഈ നൽകുന്ന ആളോട് വാങ്ങുന്ന ഒരാൾക്ക് നന്ദിബോധമോ പ്രത്യേക കടപ്പാടോ ഉണ്ടാവാതിരിക്കണമെങ്കിൽ സംഘടിതമായി നൽകണം. അപ്പോഴേ വ്യക്തിയുടെ സംസ്കാരം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ആടുകയുള്ളൂ. ആ അർത്ഥത്തിൽ സക്കാത്ത് അതിന് എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുമാറ് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഈ സംരംഭവുമായി അത് ഓരോ പ്രദേശങ്ങളും ഉണ്ടാവണം, ഓരോ ഹല്ലുകളും ഉണ്ടാവണം. അതോടൊപ്പം ഒരു വഴിയുമില്ലാത്ത പൂർണ്ണമായി അവഗണിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിനൊരു വഴി എന്ന നിലയിൽ സംസ്ഥാന തലത്തിലുള്ള സംരംഭം ശക്തി വരുന്നുണ്ട്. അതോടൊപ്പം ഓരോ മഹലിലും
ഓരോ പ്രദേശത്തും സംഘടിതമായ സകാത്ത് ഉണ്ടാവുകയും അവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമ്പത്തിക ശക്തീകരണത്തിനുള്ള വഴി ഒരുങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഇതിലെ പ്രചാരകരായി, പ്രബോധകരായി, ഇതിലെ വക്താക്കളായി, പ്രയോക്താക്കളായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇസ്ലാമിക ബാധ്യത യഥാവിധി നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലം നേടുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യങ്ങളിൽ അവന്ന് ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.